ശ്രീ എസ് രാജീവൻ നോക്കൂ, നമുക്കറിയാം കേരളത്തിന്റെ ഭാഗമായി സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി സർവേ നടത്തുന്നു, കല്ലിടുന്നു, ജനങ്ങൾക്ക് വലിയ ഭയാശങ്കകൾ ഉണ്ടാകുന്നു. ആ സമയത്താണ് വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയർന്നിട്ടുള്ളത്. പിന്നീട് ഈ സർവേ നിലച്ചതോടുകൂടി, കല്ലിടൽ നിർത്തിയതോടുകൂടി ആ സമരവും അവസാനിച്ചു. ഇപ്പോഴത്തെ ഈ ചർച്ചകൾ വഴി ഈ പദ്ധതി വീണ്ടും ജീവൻ വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമരം വീണ്ടും ഉണ്ടാകുമോ? ഇല്ല, സമരം ഞങ്ങൾ അവസാനിപ്പിച്ചിരുന്നില്ല. ഞങ്ങൾ സമരസമിതി ശക്തമായി തന്നെ നിലകൊള്ളുന്നുണ്ട്. ഞങ്ങൾക്കറിയാം ഇതും കൊണ്ട് എപ്പോഴെങ്കിലും പൊങ്ങി വരുമെന്ന്. അതുകൊണ്ട് സമരസമിതി യൂണിറ്റുകളെല്ലാം സജീവമായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ ചർച്ചയ്ക്കെതിരെ ഒരു പ്രകടനം എറണാകുളത്ത് നടത്താൻ തീരുമാനിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചാനലുകളിൽ കണ്ടതാണ് ജനങ്ങൾ അണിനിരുന്നത് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പോലും എടുത്തില്ല ആളുകൾ വന്നു. എറണാകുളം പ്രദേശത്ത് നിന്ന് മാത്രം വന്ന ആളുകൾ നടത്തിയ പരിപാടിയാണ് ഇത്. കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കാട്ടിലപ്പീടികയിലും മാടപ്പള്ളിയിലും എല്ലാം ഇന്ന് സമാനമായ അതേ സമയത്ത് പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. സമരസമിതി 300-ലേറെ സമര യൂണിറ്റുകളുമായി ശക്തമായി നിലകൊള്ളുകയാണ്. ഈ പദ്ധതിയും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും. അത് നേരത്തെ നടന്ന പോലെ ചെറുത്തുനിൽപ്പാവില്ല. എന്ത് വില കൊടുത്തും ഇതിനെ ചെറുക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് പാരിസ്ഥിതികമായി കേരളത്തെ അങ്ങേയറ്റം ദുരന്തത്തിലേക്ക് നയിക്കും. കേരളം ഇപ്പോൾ സിംഗപ്പൂരിൻ്റെയും ജപ്പാൻ്റെയൊക്കെ കാര്യം പറയുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായൊരു ഭൂപ്രദേശമല്ലേ കേരളം? ഇത്രയും ചെറിയ ഒരു സംസ്ഥാനത്ത് 65 കിലോമീറ്റർ ശരാശരി വീതി മാത്രമുള്ളൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നെടുകെ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഭീകരമായ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നാഷണൽ ഹൈവേയുടെ പണി തന്നെ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ആളുകളത് സഹിക്കുകയാണ്. കാരണം റോഡ് വരണമല്ലോ എന്നുള്ളത് കാര്യം. ഇത് പണി തീർന്നു കഴിയുമ്പോൾ അറിയാം എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് പാരിസ്ഥിതികമായി ഇതൊരു വലിയ ദുരന്തമാണ് എന്നുള്ളതിനെ ഒരുപാട് ചർച്ച ചെയ്താണ്. സാമ്പത്തികമായോ ഇപ്പം സാമ്പത്തികം എവിടെന്നെങ്കിലും ഉണ്ടാകുമെന്ന് പറയുന്നു. സർക്കാർ ആശുപത്രികളിലെല്ലാം ഇന്നിപ്പോൾ കാശ് കൊടുക്കണം ചികിത്സയ്ക്ക്. എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ മെഡിക്കൽ കോളേജ് 1,60,000 രൂപ കെട്ടിവെച്ചിട്ടാണ് ഒരു ആൻജിയോപ്ലാസ്റ്റിൻ ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തലയ്ക്കൊരു അസുഖമായിട്ട് മറ്റൊരു സുഹൃത്തിൻ്റെ വൈഫിനെ കൊണ്ടുപോയത്. അവരെന്നെ വിളിച്ചു. 5 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണ് അവർക്ക് ഓപ്പറേഷൻ നടത്തിയത്. പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് 72,000 രൂപ അവിടെ ചാർജ് ചെയ്തു. ഇത് പാവപ്പെട്ട ആളുകൾ, പട്ടികജാതി പട്ടികവർഗക്കാരായ ആളുകളിൽ നിന്ന് വാങ്ങുന്ന കാര്യം പറയുന്നത്, അല്ലാതെ വലിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങുന്നതല്ല. അതാണ് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ. ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ കടമെല്ലാം ആരാണ് വീട്ടേണ്ടുന്നത്? ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരില്ലായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ആര് താങ്ങും? ഇത് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 10 ഇരട്ടിയിലേറെ ചാർജ് കൊടുത്ത് യാത്ര ചെയ്യേണ്ടുന്നൊരു സംവിധാനം 200 റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിലുണ്ട്. 10 സ്റ്റേഷനുകളിലാണ് നിർത്തുന്നത്. ഇപ്പം മലബാർ ഓടിക്കൊണ്ടിരിക്കുന്നത് 48 സ്റ്റേഷനുകൾ നിർത്തിയിട്ടാണ്. അതെല്ലാം ആളുകൾ എല്ലാ സ്റ്റേഷനിൽ നിന്നും കയറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യകതയുണ്ട്. അതിനനുസരിച്ചുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ എന്തെല്ലാം പാരലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാത്തിനും പരിഹാരം സിൽവർ ലൈനാണെന്ന് പറഞ്ഞു വരുമ്പോൾ അതെങ്ങനെയാണ് പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഈ പരിസ്ഥിതി ആഘാത പഠനം പുറത്തുവിടാത്തത്? DPR പുറത്തുവിടാതിരുന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചെന്നൈ NGT തള്ളിക്കളഞ്ഞ ഒരു റിപ്പോർട്ടിൻ്റെ സാഹചര്യത്തിൽ വീണ്ടും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് സർക്കാരിന്. എന്താ അത് പുറത്തുവിടാത്തത്? ഞങ്ങൾ വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ട് തരുന്നില്ല. കാര്യം എന്താണ്? പഴയ DPRനകത്തും പഴയ പരിസ്ഥിതി പഠന റിപ്പോർട്ടിലും ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടിലും എല്ലാം ഇത് കേരളത്തിന് നിരക്കുന്നതല്ല എന്നുള്ള വസ്തുത മൂടിവെക്കാനാണ്. എന്തിനാ? 100 പേജുള്ള ഒരു പുസ്തകം ഇപ്പോൾ പരിഷത്ത് ഇറക്കിയിട്ടുണ്ട്. 600 പേജുള്ള ഒരു പഠന റിപ്പോർട്ടാണ് അവർ ചുരുക്കി ആളുകളുടെ ഇടയിൽ കൂടുതൽ എത്തിക്കാൻ വേണ്ടി 100 രൂപയ്ക്ക് അവർ വിറ്റുകൊണ്ടിരിക്കുക. അതൊന്ന് വാങ്ങി ഈ കേരളത്തിലെ ഭരണക്കാരൊന്ന് വായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർ 1000 പേരെ അണിനിരത്തിക്കൊണ്ട് 107 സെഗ്മെൻറ്റുകളായിട്ട് 530 കിലോമീറ്ററിൽ കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിരുന്ന 25,000 വീടുകളെന്നാണ്. അവർ പറയുന്ന 55,000 വീടുകളെ ഇത് ബാധിക്കുമെന്നാണ്. ഇതിൻ്റെ പ്രകമ്പനം ഒഴിവാക്കാനാണ്, ഭൂമിയിൽ താഴെ കൂടെ പോയാൽ ഒഴിവാക്കാനാണ് 293 കിലോമീറ്റർ ഒരു വയഡക്റ്റ് എംബാങ്ക്മെൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പരിഷത്ത് വെറുതെ പറയുകയല്ല, അവർ പഠിച്ചിട്ടാണ് പറയുന്നത്. അവർ രേഖാമൂലം ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് ഇവർക്ക് വായിച്ചുകൂടെ? അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്തുകൂടെ? അവരെ കൺവിൻസ് ചെയ്യിക്കുക. എന്നിട്ട് ഇവിടെ ജനങ്ങളോട് അവർ ചർച്ച ചെയ്യൂ. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഈ സമരസമിതിയുടെ സമരസമിതിയുടെ കാലത്ത്, സമരത്തിന്റെ കാലത്ത് നമ്മൾ സജീവമായി ചർച്ച ചെയ്തതാണ് പാരിസ്ഥിതികവും സാമ്പത്തികവും അതുപോലെ തന്നെ ജനങ്ങളെ ബാധിക്കുന്നതുമായ പ്രശ്നങ്ങൾ.